തിരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു ബി.ജെ.പി. വയനാട് ദുരിതാശ്വാസത്തിനായി അധിക ധനസഹായം അനുവദിക്കുന്നതിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അധിക ധനസഹായം കേന്ദ്രം അനുവദിക്കില്ലെന്ന സംസ്ഥാന സർക്കാർ വാദം വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ലേ എന്ന് കോടതി ചോദിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത് അടങ്ങിയ വാർത്ത ചൂണ്ടിക്കാട്ടിയാണ് അധിക ധനസഹായം നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചത്. എന്നാൽ ഈ വാദം ഹൈക്കോടതി തള്ളുകയായിരുന്നു. വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ലേ ഇക്കാര്യം ഉന്നയിക്കുന്നത് എന്ന് കോടതി തിരിച്ചു ചോദിക്കുകയായിരുന്നു. കൂടുതൽ പണം അനുവദിക്കില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല എന്നും ജസ്റ്റിസ് എ.കെ. ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ദുരന്തമുണ്ടായി 4 മാസം പിന്നിടുമ്പോഴും അനുകൂല സമീപനമല്ല കേന്ദ്രത്തിൻ്റെത് എന്നും ഭൂമി ഏറ്റെടുക്കലിനും മറ്റും ഫണ്ട് അനിവാര്യമാണെന്നും സംസ്ഥാന സർക്കാർ വാദിക്കുകയായിരുന്നു. ദുരിതാശ്വാസ നിധിയിൽ ആവശ്യമായ പണം ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചു പറയുകയായിരുന്നു. ദുരിതബാധിതർക്കുള്ള സാമ്പത്തിക സഹായം ഈ മാസം കൂടി തുടരുമെന്ന് സംസ്ഥാനവും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന് കത്ത് നൽകുകയായിരുന്നു. ഓഗസ്റ്റ് 2 വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കെ.വി. തോമസ് ആയിരുന്നു ഈ കത്ത് കൈമാറിയിരുന്നത്. ഈ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമായി പറയുന്നത്. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.